ഗൈസ് നമസ്തേ, വെൽക്കം ടു മല്ലു ബ്രോ വൺസ് അഗെയിൻ. ഞാനിങ്ങനെ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ, ആളായിരുന്നു. കാരണം നിരന്തരമായിട്ട് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിലനിൽക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയും കൂടിയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഈ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം കൊണ്ട് ദിവസവും വീഡിയോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ മാപ്രകളോടാണ്, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെന്ന് അറിയപ്പെടുന്ന മാപ്രകളോട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ശരി, ഇനിയിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും ബാക്കിയുള്ള പാർട്ടിക്കാരൊക്കെ അംഗീകരിച്ചു തരാം. കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് നിങ്ങൾ നെഗറ്റീവ് പബ്ലിസിറ്റി നടത്തിയിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ നിങ്ങളും കോൺഗ്രസ്സുകാരും RSSകാരും BJPക്കാരും ലീഗുകാരും ഒന്നിച്ചു നിന്നിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടാണ് 10 വർഷത്തെ പ്രോഗ്രസീവായിട്ടുള്ള ഭരണം നഷ്ടപ്പെട്ടതെന്ന് മലയാളികൾക്ക് അറിയാം. ഇനി നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി പറയാം, നിങ്ങൾ ജയിച്ചിരിക്കുന്നു. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ജയിച്ചിരിക്കുന്നു. നിങ്ങൾ ഒറ്റൊരു മിടുക്ക് കൊണ്ട് മാത്രമാണ് 10 വർഷമായിട്ട് നന്നായിട്ട് കൊണ്ടുപോയിരുന്ന ഒരു ഗവൺമെൻറ്റിനെ താഴെ ഇറക്കിയത്. സമ്മതിച്ചല്ലോ. ഇനിയെങ്കിലും ഒന്ന് വായ തുറക്ക്. അല്ലെങ്കിൽ നിങ്ങളും കൂടെ ഇങ്ങനെ കുട പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ മൾട്ടി ലെവൽ മാർക്കറ്റുകാർ കമ്പനിക്കാർ കൂടി ചേർന്നിട്ട് വിറ്റ് തുലയ്ക്കും. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷത്തിന് ഒരു റോളുണ്ട്, പ്രതിപക്ഷത്തിന് അതിൻ്റെതായ കടമ നിർവഹിക്കാനുണ്ട്. അതൊക്കെ അവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഭരണപക്ഷത്ത് ഉള്ളവർ ചെയ്യുന്നത് മുഴുവനായിട്ട് കണ്ണടച്ച് പ്രൊമോട്ട് ചെയ്യലല്ല മാധ്യമ പ്രവർത്തനം. ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. കേരളത്തിൽ രാഷ്ട്രീയപരമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷെ ഭരണപരമായിട്ട് എന്തൊക്കെയോ മാറ്റം വന്നിരിക്കുന്നു കേട്ടോ. കാരണം സതീശൻ ലീഗ്, അത് കോൺഗ്രസിനെ മുഴുവനായിട്ട് ഇതിനൊന്നും ഉൾപ്പെടുത്തുന്നില്ല. സതീശനും ലീഗും കേന്ദ്രം കൂടിയാണോ കേരളം ഭരിക്കുന്നത് എന്നുള്ളൊരു പ്രതീതി ജനങ്ങൾക്ക് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ സതീശൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാർ അതിബുദ്ധി കാണിക്കുന്നതാണെന്നൊരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ അഗ്രസീവായിട്ടുള്ള ചില കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം, അണികളും പ്രവർത്തകരും നേതൃനിരയും തന്നെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ തലയിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ അണികൾ അവരെ മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും മറ്റും വരും. അതുവഴി അത് ഡൈലൂട്ട് ചെയ്ത് കളയാന്നുള്ള രീതിയിലാണ് സതീശൻ സാർ പോകുന്നത്. ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് കേട്ടോ. ശത്രുവിൻ്റെ ശത്രു എൻ്റെ മിത്രം എന്നുള്ള രീതിയിൽ കേന്ദ്രത്തെ കൂട്ടുപിടിച്ച് മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിച്ച് കേരളത്തിനെതിരായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിലൊന്നാണ് PM ശ്രീയിൽ കോൺഗ്രസ് പ്രവർത്തകരോ കോൺഗ്രസ് അണികളോ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് സംസാരിക്കുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. കാരണം കോൺഗ്രസ്സുകാർക്ക് പൊതുവേ കുറച്ച് ജോലി എടുക്കാനും അധ്വാനിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, അവർക്ക് വിയർപ്പിൻ്റെ അസുഖമുള്ളവരാണ്. പക്ഷേ മുസ്ലിം ലീഗ് പ്രവർത്തകർ നിരന്തരമായിട്ട് അതിനെതിരെ പ്രതിരോധിക്കേണ്ടി വരുന്നു. കാരണം അത് മുസ്ലിം ലീഗിൻ്റെ വകുപ്പാണ്, മന്ത്രിയാണ്. പക്ഷെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സതീശൻ സാറാണ്. ഓക്കെ. രണ്ടാമത് ഇപ്പം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി യോജന, അല്ലെങ്കിൽ നമ്മളെ കേരള സർക്കാർ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഗവൺമെൻറ് പാവപ്പെട്ടവർക്ക് നൽകിയ വീടിൻ്റെ ലോഗോവിനെ സംബന്ധിച്ച് അതും കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കണം നിർബന്ധം തന്നെയാണ്, ഔദാര്യമൊന്നുമല്ല, നമ്മുടെയൊക്കെ നികുതി പണം. അപ്പം അതും മുസ്ലിം ലീഗ് വഴി സതീശൻ സാറ് പതുക്കെ, കാരണം ഫിനാൻസ് മന്ത്രി സതീശൻ സാറാണല്ലോ, സതീശൻ സാറ് മുസ്ലിം ലീഗിനെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഷാജി അവിടുന്ന് കിടന്ന് ന്യായീകരിക്കട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി അവിടെ നിന്ന് ന്യായീകരിക്കട്ടെ, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാറ് വന്നിട്ട് ന്യായീകരിക്കണം. കാരണം കോൺഗ്രസ്സുകാർ വരുന്നില്ല, ന്യായീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പം സതീശൻ സാറ് കണ്ട ബുദ്ധിയാണ് മുസ്ലിം ലീഗിനെ മുന്നിൽ നിർത്തിയിട്ട് BJPനെ ചേർത്ത് പിടിച്ചിട്ട് കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. വലിയ ഭവിഷ്യത്തായിരിക്കും കേട്ടോ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെ നിലനിൽക്കണം അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടത്. ജനങ്ങളിൽ നിങ്ങൾ നല്ല ഭരണമായിരിക്കും ചിലപ്പം, നിങ്ങൾ നല്ല കാര്യമായിരിക്കും ചിലപ്പം, പക്ഷെ അത് ക്ലാരിറ്റി കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ജനങ്ങളിൽ തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടുന്ന് പോകുന്നത് പോലെ തന്നെ മുസ്ലിം ലീഗിനും വലിയ തിരിച്ചടി കേൾക്കും. കാരണം മുസ്ലിം ലീഗ് ആശയപരമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങളെ കൂടുതൽ കമ്മ്യൂണിസ്റ്റിൻ്റെ വേറൊരു പതിപ്പാണ്, പാവങ്ങളെ സഹായിക്കുക, പാവം കണ്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ സതീശൻ സാറെ ലൈൻ എന്ന് വെച്ചാൽ സെൽഫ് ലൈനാണ് കേട്ടോ. ഇപ്പോഴും എന്നല്ല, നമ്മൾ പണ്ടേ ഐഡൻറ്റിഫൈ ചെയ്ത സെൽഫ്, ഞാൻ എന്നുള്ളൊരു അഹംഭാവത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം ഉത്തമ ഉദാഹരണമാണ് ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫിനും സൈഡ് ലൈൻ ചെയ്തതാണ് സതീശൻ സാറ്. എൻ്റെ അധികാര കസേര, എൻ്റെ ഭരണം നഷ്ടപ്പെടുന്നു കണ്ടപ്പം തെളിവുണ്ടോ ഇല്ലയോ നോക്കാതെ ഷാഫിനെയും രാഹുൽ മാങ്കൂട്ടത്തിനും സൈഡ് ലൈൻ ചെയ്തതാണ്. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ MLA മാരെയും മൊത്തത്തിൽ സൈഡ് ലൈൻ ചെയ്ത്
മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിച്ച് കേന്ദ്രത്തിന് സപ്പോർട്ട് കൂടിയിട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ കളവും നുണയും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഒന്നും അറിയാത്ത പാവങ്ങൾ ഇതിനകത്തേക്ക് വന്ന് പെടുന്നുമുണ്ട്. ദൈവം കാക്കട്ടെ കേരളത്തെ.